കടങ്ങോട് പഞ്ചായത്തിലെ വിഇഒ ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ ഓഫീസറുടെ മുന്നിൽ നിന്ന് സംസാരിക്കണം. പ്രായമായവർക്ക് പോലും ഇരിക്കാൻ കസേര നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല. സാധാരണക്കാരായ ഗുണഭോക്താക്കളോട് ഉദ്യോഗസ്ഥർ മാടമ്പിത്തരമാണ് കാണിക്കുന്നതെന്നാരോപിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NS സത്യൻ നിലത്തിരുന്ന് പ്രതിഷേധിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കാണാനെത്തുന്നവരേക്കാൾ കൂടുതൽ ആളുകൾ ഗ്രാമസേവകനായ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസ് മുറിയിലാണ് എത്തുക. വിവിധ ആനുകൂല്യങ്ങൾക്കായി എത്തുന്നവരിൽ വയോധികരും അംഗപരിമിതരും ഉൾപ്പെടുന്നു. ശാരീരിക അവശതയുള്ളവരുൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ പാസാക്കുന്നത് വിഇഒ ആണ്. ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് രേഖകൾ തയ്യാറാക്കുന്നതും കരാറുകളിൽ ഒപ്പുവെക്കുക എന്നതും ദീർഘസമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണ്. ഈ സമയമത്രയും അവശരായ വയോധികരും അംഗപരിമിതർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ഗുണഭോക്താക്കളും ഓഫീസറുടെ മുന്നിൽ നിൽക്കണം. ഓഫീസിന് അകത്തും പുറത്തും കസേരകളുണ്ടെങ്കിലും രേഖകൾ പരിശോധിക്കുന്ന വിഇഒയുടെ മേശയ്ക്ക് മുന്നിൽ മാത്രം കസേരയിട്ടിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപ് വിഇഒ ഓഫീസിൽ ഒരു വയോധിക നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NS സത്യൻ ഉദ്യോഗസ്ഥരോട് കസേരയിട്ട് അവരെ ഇരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം NS സത്യൻ പഞ്ചായത്തിൽ ഒരാവശ്യവുമായി എത്തിയപ്പോൾ വിഇഒയുടെ മേശയ്ക്ക് മുന്നിൽ നിന്ന് കസേര വീണ്ടും നീക്കം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെക്കുറിച്ച് ഓഫീസറോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഇത്രയേ സൗകര്യമുള്ളൂ എന്ന തരത്തിൽ ധിക്കാരപരമായി സംസാരിച്ചുവെന്ന് സത്യൻ പറയുന്നു. കടങ്ങോട് വിഇഒ ഓഫീസിലെ വരുന്ന ഗുണഭോക്താക്കൾക്ക് അത് വരുന്നവരെല്ലാം തന്നെ ശാരീരിക അവശതയുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്നത്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ് വിഇഒ. അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര കൊടുക്കാൻ പോലും തയ്യാറല്ല. എഗ്രിമെന്റ് ഒപ്പുവെക്കലും മറ്റു കാര്യങ്ങളായിട്ട് അവർ ഒട്ടനവധി സമയം അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു സീറ്റ് വേണമെന്ന് പറയുകയും അത് 2005 മുമ്പ് അങ്ങനെയായിരുന്നു. അതിനുശേഷം വന്ന ഭരണസമിതി അത് മാറ്റിയെടുത്തതാണ്. എന്നാൽ പിന്നീട് ഇപ്പോൾ ഉള്ള ഈ സമയത്തും ഇവര് ഒരു സീറ്റ് ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കാൻ തയ്യാറല്ല. അത് സൂചിപ്പിക്കുകയുണ്ടായി മുൻപ്. വീണ്ടും ഇന്നലെ ചെന്നപ്പോൾ അതേ അവസ്ഥ തുടർന്ന് കണ്ടപ്പോഴാണ് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഗ്രാമസേവന്റെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അയാൾ തികച്ചും നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിനൂടെ സൗകര്യമില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോഴാണ് നമ്മളവിടെ ഇരിക്കുകയും അതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് വരികയും ഒരു കസേരയിട്ട് ആ പ്രശ്നം അങ്ങനെയാണ് അവിടെ ഇന്നലെ ആയിട്ടുള്ളത്. തുടർന്നും അത് സാഹചര്യം തുടരുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുകയും ഇല്ലെങ്കിൽ അതിനാവശ്യമായ നിലപാട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭിന്നശേഷിക്കാരായ ആളുകൾ, വൃദ്ധർ തുടങ്ങിയ ആളുകൾക്കൊക്കെയുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് വിഇഒ. അപ്പൊ അവര് വന്നിട്ട് ഇവര് പറയുന്ന ഇത്രയും എഗ്രിമെന്റ് പേപ്പറിൽ ഒപ്പുവെക്കുകയും വിവരങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിന്ന് തന്നെ ചെയ്യേണ്ടി വരുന്നതാണ്. അത് കാണുന്ന ഏതൊരാൾക്കും വിഷമമുണ്ടാക്കുന്നതാണ്. അത് അവരുടെ ഒരു ഔദാര്യം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും സംഖ്യ നിങ്ങൾക്ക് സൗജന്യമായി തരുന്നല്ലോ എന്ന് തോന്നലാണ് ആ വിഇഒയെ നയിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. അതിനു മുമ്പൊക്കെ അവിടെ ഇതുണ്ടായിട്ടുണ്ട്, കസേര ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുത്തിയിട്ട് തന്നെയാണ് ഇവരെ കൊണ്ട് എഗ്രിമെന്റ് ഒപ്പുവെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു സമരം നമുക്ക് അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വന്നത്. തുടർന്നാണ് ഓഫീസറുടെ മുന്നിലെത്തുന്ന ഗുണഭോക്താക്കൾക്ക് ഇരിക്കാൻ കസേര നൽകണമെന്നാവശ്യപ്പെട്ട് സത്യൻ നിലത്തിരുന്ന് പ്രതിഷേധിച്ചത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശ്നം പരിഹരിക്കാൻ നടപടിയുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് NS സത്യൻ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. ഞാൻ കൊടുക്കുന്നുണ്ട്. അച്ഛൻ്റെ സാധനം കൊടുക്കുന്നുണ്ട്. അച്ഛൻ്റെ ആധാർ കാർഡ് കൊടുക്കുന്നുണ്ട്. ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇല്ല, ഫോട്ടോ സെറ്റ് ഒന്നുമില്ല. ഞാൻ പറയാം. അല്ലെങ്കിൽ 200 രൂപയുടെ മുദ്ര പേപ്പർ വേണം. അത് നമ്മൾ മുദ്ര പേപ്പർ അറിയില്ല. ഇതിലെ LCD ഓവർസീഡ് ഒരു എസ്റ്റിമേറ്റ് വേണം. അതായത് നമ്മുടെ വീട്ടിൽ ഇന്ന പണികളിൽ നിന്നുള്ള ഒരു ഇതാണ്.